ദേശീയപാത നിർമ്മാണം കുടിവെള്ളം മുട്ടി വെള്ളൂരിലെ കുടുംബം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അശാസ്ത്രീയ നിലം നികത്തൽ വഴി കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് പയ്യന്നൂർ വെള്ളൂർ പാലത്തറയിലെ ഒരു കുടുംബം. കിണറുകളിൽ ദുർഗന്ധം വമിക്കുന്ന കൊഴുത്ത ദ്രാവകം നിറഞ്ഞതോടെ ഒരു വർഷത്തേക്ക് ഈ കിണർ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യ വിഭാഗം അധികൃതർ. വെള്ളൂർ പാലത്തറയിലെ MTP ഫാത്തിമയുടെ വീട്ടുമുറ്റത്ത് മനോഹരമായി ആൾമറ കെട്ടിയ 2 കിണറുകളുണ്ട്. പക്ഷേ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കിണറ്റിലെ വെള്ളത്തിന് നിറം മാറ്റം കണ്ടു തുടങ്ങി. രൂക്ഷമായ ദുർഗന്ധവും. ഇപ്പോൾ ഡ്രെയിനേജിലേതുപോലെ തന്നെ കൊഴുത്ത കറുത്ത ദ്രാവകമാണ് കിണറുകളിൽ. ദേശീയപാത കമ്പനിയുടെ ലേബർ ക്യാമ്പാണ് കിണർ വെള്ളം മലിനമാക്കുന്നതെന്ന് വീട്ടുകാരും നാട്ടുകാരും പറയുന്നു. പോലും വെള്ളം കിട്ടുന്നില്ല, വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. നമ്മുടെ 2 കിണറുകൾ വളരെ മോശമായിട്ടുള്ളത്. ഇപ്പുറം ഹൈവേക്ക് വേണ്ടിക്ക് അവർ കുറേ മരങ്ങളും ഇതൊക്കെ കൊണ്ടിട്ട് ഇട്ടിട്ട് അവിടെ മണ്ണിട്ടിട്ട് നേർത്തിയിട്ടാണ് അവർ ഷെഡ് കെട്ടിയിട്ടില്ലല്ലോ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ജീർണിച്ചിട്ടിട്ടാണ് നമ്മളെ കിണറിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല, വളരെ ബുദ്ധിമുട്ടിട്ടായുള്ളത്. ഇവിടെ ഒരു വർഷത്തോളമായി കൂട്ടിയ ഇരുമ്പ് കമ്പികളുടെ തുരുമ്പ് കിണർ വെള്ളത്തിലേക്ക് ഊറി ഇറങ്ങിയതാവുമെന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. പയ്യന്നൂർ നഗരസഭ അധികൃതരടക്കമെത്തി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കമ്പികൾ നീക്കാൻ തുടങ്ങി. ഒപ്പം സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി ചാല് കീറാനും ആരംഭിച്ചു. ഈ സമയത്താണ് യഥാർത്ഥ വില്ലൻ തുരുമ്പിച്ച കമ്പിയല്ലെന്ന് വ്യക്തമാകുന്നത്. 30 സെന്റോളം സ്ഥലം ലേബർ ക്യാമ്പിനായി മണ്ണിട്ടുയർത്തിയപ്പോൾ അടിയിൽ നിക്ഷേപിച്ച പാഴ്മരത്തടികളും മാലിന്യങ്ങളും ജീർണിച്ചതിന്റെ ഊറലുകളായിരുന്നു കിണറുകളിലെ വെള്ളത്തെ മലിനമാക്കിയത്. ഇനി ഒരു വർഷത്തേക്ക് ഈ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതർ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൊട്ടടുത്ത വീട്ടുകിണറുകളിലേക്കും മാലിന്യം എത്തിയേക്കാമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ളവർ അനുഭവിക്കുന്ന നിരവധിയായ ദുരിതങ്ങളിൽ ഒന്നു മാത്രമാണ് വെള്ളൂർ പാലത്തറയിലേത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പണിക്കൂലി കുറവെന്ന് പറഞ്ഞ പിന്നെ വേറെ എന്നാ നോക്കണ്ട മേഡം. നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മളെ ജ്വല്ലറിക്കുള്ളൂ. അത് ശരിയാന്ന്. വായി തോന്നിയ പോലെ ഒരാള് പണിക്കൂലി പറയുന്നത്. അതെ 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 മോളാന്ന്. കല്യാണപ്പെണ്ണ്. മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരും. അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ? ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ. ഓഹോ, അതിന് പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ, മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അല്ല ചേച്ചി, പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ, സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെ. സന്തോഷം. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.